ഹായ്, ഒരു നാടൻ കറിയുമായിട്ട് എൻ്റെ ഇന്നത്തെ ഉച്ച സമയത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ചക്കക്കുരുവും മുരിങ്ങക്കായും പിന്നെ കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു നാടൻ രീതിയിലുള്ള രുചികരമായിട്ടുള്ളൊരു കറിയാണ് ആക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ചക്കക്കുരു ഇതേപോലെ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ മുരിങ്ങക്ക തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലേക്ക് ഇട്ടിട്ട് ഇപ്പം ഈ ഒരു പാത്രത്തിൽ ഫുള്ളാണ് എനിക്ക് ചക്കക്കുരു ഉണ്ടായത്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നമുക്ക് എരിവിനുള്ള പച്ചമുളകും ഇട്ട് കൊടുത്ത് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് ഈ ഒരു പാത്രത്തിൽ ഫുള്ള് ചക്കക്കുരു ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഈ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരെ വിടുക. അപ്പം ചോറിന് വെള്ളം തിളച്ച സമയത്ത് അപ്പോൾ അതിന് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അത് ഓഫാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങക്കായും പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ ഈ മുരിങ്ങക്കായ നല്ല രീതിയിൽ വേകുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പം അതാകുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചിരണ്ടേണ്ട ആവശ്യമുണ്ട്. അപ്പം തേങ്ങ ചിരണ്ടി എടുക്കുക. അപ്പോൾ തേങ്ങ ചിരണ്ടി നോക്കുമ്പോഴത്തേക്കും ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട്. ചെറിയൊരു വേവിൻ്റെ കുറവും കൂടിയിട്ട് അപ്പം അതവിടെ വെച്ച് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് തന്നെ പഴുത്ത ചക്കുപ്പ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 2 ചുള എടുത്തിട്ട് തിന്നുകയും ചെയ്തു. പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുള്ള ആ തേങ്ങയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് എനിക്ക് കറിക്ക് എരിവ് കുറവായിരുന്നു. അതുകൊണ്ട് പച്ചമുളകിൻ്റെ ഒരു ചെറിയ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിനെ നമ്മൾ കുക്കറിൽ മുരിങ്ങക്കായൊക്കെ അപ്പം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചെടുക്കുക കേട്ടോ. അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഞാൻ ബാക്കി മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ആക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. ഈ സമയത്ത് എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് ഞാൻ പോയിട്ടൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി വന്ന് നോക്കിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കറി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് കാച്ചലെന്ന് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളും പറയും. അപ്പോൾ ഞാൻ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ അതിൽ കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കാച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കാച്ചാന്നാണ് പറയുക. അപ്പോൾ ഈ സമയത്താണ് ഇപ്പോൾ പറഞ്ഞത് പാഷൻ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം അതൊന്ന് ജ്യൂസ് അടിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ജ്യൂസ് അടിക്കുക. പിന്നെ ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് സാധനം അടിക്കുമ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സാധനം അങ്ങനെ അരഞ്ഞ് കിട്ടില്ല, ഒരു പീസായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പം അതും കൂടി ആക്കി ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ഉണക്കും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണക്കിനെടുത്തിട്ട് മുറിച്ച് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പം ഇതിൻ്റെ ഉപ്പും കുറഞ്ഞ് കിട്ടും. പിന്നെ നല്ല സോഫ്റ്റ് ആയിക്കിട്ടും കേട്ടോ. അധികം ഓവർ ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് അതിനുണ്ട്. അപ്പം അത് അതേപോലെ ഒന്ന് പൊരിച്ചിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ എണ്ണയ്ക്കകത്തേക്ക് തന്നെ ഞാൻ അതിൽ കൂടുതൽ എണ്ണ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനെങ്ങാനും പൊരിക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ആ എണ്ണക്കകത്തേക്ക് കുറച്ച് സവോള ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ നമുക്ക് ആ ചോറിൻ്റെ കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസത്തെ ഉച്ച വ്ലോഗ്. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.